സ്വാഗതം. ജയ് ഗണേഷ് എന്ന സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്കറിയാം, മലയാളത്തിൽ ഇന്ന് 3 സിനിമകളാണ് റിലീസ് ചെയ്തത്. വർഷങ്ങൾക്ക് ശേഷവും 2 ആവേശവും 3 ജയ് ഗണേഷുമാണ്. താരതമ്യേന ഈ 3 സിനിമകളിൽ ഏറ്റവും അവസാനമായി ആളുകൾ പ്രതീക്ഷിക്കുന്ന സിനിമയും ജയ് ഗണേഷ് ആണെങ്കിൽ ഒരു കാര്യം എടുത്തു പറയാം. സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വന്ന് ആദ്യ ഷോ കഴിയുമ്പോൾ ഒരു കാര്യം പറയുന്നു: ഇതൊരു ഗംഭീര സിനിമയാണ്, ബാക്കിയുള്ള 2 സിനിമകളുടെയും മുകളിൽ നിൽക്കുന്ന ലെവലിലുള്ള കട്ടയ്ക്ക് നിൽക്കുന്ന സിനിമയാണ് എന്നുള്ളൊരു സൂപ്പർ ഹീറോ പവറിൽ വരുന്ന സിനിമ. ഒരു വർഷത്തിന് ശേഷമാണ് ഇവിടെ ഈ ഉണ്ണി മുകുന്ദൻ്റെ ഒരു സിനിമ വരുന്നത് എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, മാളികപ്പുറം എന്ന വമ്പൻ വിജയത്തിന് ശേഷം വീണ്ടും ഒരു വമ്പൻ വിജയമാകാൻ പോകുന്ന സിനിമ തന്നെയാണ് ജയ് ഗണേഷ്. ക്വാളിറ്റി കൊണ്ട് ഗംഭീരമെന്ന് തന്നെ പറയാം. ഇതിനോടകം തന്നെ ബാക്കിയുള്ള 2 സിനിമകളെ വെച്ച് നോക്കുമ്പോൾ തിയേറ്റർ കൗണ്ടിൽ വളരെ കുറവും അല്ലെങ്കിൽ പ്രീ സെയിലിൽ വളരെ കുറവുമുള്ള സിനിമ തന്നെയായിരുന്നു ഉണ്ണി മുകുന്ദൻ്റെ ജയ് ഗണേഷ് എന്നുള്ള സിനിമ. പക്ഷേ സിനിമ കണ്ടിറങ്ങുന്നവർ പറയുന്ന ഒറ്റ അഭിപ്രായം തന്നെയാണ്: ഇത് കിടുക്കൻ പടമാണ് എന്നുള്ളത്. 3 സിനിമകൾക്കും ഹെവി പോസിറ്റീവ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൽ ഒരുപിടി മുന്നിൽ നിൽക്കുന്നത് ജയ് ഗണേഷ് ആണ് എന്നുള്ളതാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആവേശവും അതിന് മുകളിൽ നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ 1ാം സ്ഥാനം ആവേശം കൊണ്ടുപോവുകയാണെങ്കിൽ 2ാം സ്ഥാനം ജയ് ഗണേഷും, 3ാമത് ഈ പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്താണെങ്കിലും നമുക്കത് വൈകുന്നേരമാകുമ്പോഴത്തേക്ക് സ്ഥിരീകരിക്കാവുന്ന, കാരണം പലതും ഫാൻസ് ബേസിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ചിലയിടത്ത് വമ്പൻ ഡീഗ്രേഡിങ് നടക്കുന്നു. വേറെ ഒന്നുമല്ല, ആവേശത്തിന് വമ്പൻ ഡീഗ്രേഡിങ് ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് മുതൽ പല ചാനലുകാർ തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. കാരണം ഏത് വീഡിയോ ചെയ്താലും നല്ലതാണെങ്കിൽ അതിന് കൂടുതൽ വ്യൂസ് കിട്ടുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എന്നിട്ട് പോലും ഡീഗ്രഡേഷൻ ശക്തമാകുന്നു. അതുപോലെ തന്നെ ഇന്ന് കാണുന്ന മറ്റൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണവ് മോഹൻലാലിൻ്റെ സിനിമയെ ഡീഗ്രേഡ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ജയ് ഗണേഷ് എന്ന സിനിമയുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാനുള്ളത് കിടുക്കൻ സിനിമ തന്നെയാണ്. രഞ്ജിത്ത് ശങ്കറിൻ്റെ ഈ ഒരു സിനിമ വലിയ രീതിയിലുള്ള സക്സസ് ആണ്. ഇന്ന് ബുക്ക് മൈ ഷോ നോക്കുമ്പോൾ ഇന്നലെ വരെ ഉള്ളതുപോലെയല്ല, ചുവന്ന് തൊടുത്തിരിക്കുന്നു ബുക്ക് മൈ ഷോ എന്ന് തന്നെ പറയാം. അപ്പോൾ ജയ് ഗണേഷ് കണ്ടവരാരൊക്കെയാണോ എന്ന് കമൻസിലൂടെ പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് വീഡിയോസ്.